വെളുത്തോ? ഞേ ആരാ ഈ ഗുഹ അടച്ചു വെച്ചത്? ആ അത് ശരി, ഇതേതോ വയസ്സിനാനയാ. കിടന്നുറങ്ങും കൊണ്ട സ്ഥലം. ഹലോ, എഴുന്നേൽക്ക്, എനിക്ക് പുറത്തിറങ്ങണം. എണീക്കണോ? ശല്യം. ഇനി എന്തു ചെയ്യും? വിശന്നിട്ട് വയറ് കത്തുന്നു. ഏ ഈ കല്ലിന്റെ പിന്നിലൊരു രഹസ്യ വഴിയില്ലേ? ഷോ, ഞാൻ അതങ്ങ് മറന്നു. ഇതിലേ പോയാൽ അപ്പുറത്തെ മാവിൻചോട്ടിലെത്താം. ഇങ്ങനെ കിടന്നാൽ ശൂദ്രൻ എങ്ങനെ പുറത്തിറങ്ങും? ചേട്ടോ, ചേട്ടോ. എന്താണു? അപ്പുറത്ത് പോയി കിടക്കു ചേട്ടോ, അകത്ത് ശൂദ്രനുണ്ട്. ഓ, ഇതാരാ പിന്നെ തോണ്ടുന്നത്? ചേട്ടാ, ചേട്ടൻ ഇവിടെ എത്തിയോ? ശല്യം, ഉറക്കം കളഞ്ഞു. ഇന്നലെ രാത്രി താനാ കുഴിയിലാണോ കിടന്നത്? നിങ്ങളൊക്കെ ഈ നാട്ടിൽ താമസിച്ചിട്ട് എന്താ കാര്യം? എന്റെ ഒരു ഫ്രണ്ടിനെ ഒരുത്തൻ തള്ളി താഴെ ഇട്ടില്ലേ, എന്നിട്ട് നിങ്ങളെ അക്ഷരം മിണ്ടിയോ? അറിഞ്ഞാലല്ലേ മിണ്ടാൻ പറ്റൂ. ആരാ നിന്റെ ഫ്രണ്ട്? ഒരു മരം കൊത്തി കുഞ്ഞ മിടുക്കനാ. സംഭവം പറ. കൊത്തി കൊത്തി കൂടുണ്ടാക്കാൻ അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാ. ഏത് മരം കണ്ടാലും അവൻ കൊത്തും. അന്നേരം തൊട്ടപ്പുറത്ത് ഇത്രയും വലിയൊരു കൊമ്പ്. അവൻ കൊമ്പ് കുത്തി തുളച്ചു കൂടുണ്ടാക്കി. അപ്പോഴാ സംഭവം. ഒരുത്തൻ വന്ന് കൊമ്പ് കുലുക്കി അവനെ താഴെ ഇട്ടു ചേട്ടാ, താഴെ ഇട്ടു. കരയാതെ കരിഞ്ഞുണ്ണി. കരയാനൊന്നും എന്നെ കിട്ടില്ല. ഓർത്തിട്ട് എന്റെ ചോര തിളയ്ക്കുകയാ. എന്ത്? നമുക്ക് അവനോട് പകരം ചോദിക്കാം. ഓ, വരട്ടെ വരട്ടെ. ഈ കുലുക്കിയിട്ടവന് എന്ത് വലിപ്പം വരും? ആ, എന്നാ പിന്നെ കുഴപ്പമില്ല. വാ, ചോദിച്ചിട്ട് വരാം. ഓരോടെ മരം കൊത്തി കുഞ്ഞിനെ തള്ളി താഴെയിട്ടത്? ഹമ്പടാ, നില്ലടാ അവിടെ. പറയടാ, മരം കൊത്തി കുഞ്ഞിനെ നീ എന്തിനു തള്ളിയിട്ടു? മരക്കൊമ്പിൽ കൂടുണ്ടാക്കാൻ മരം കൊത്തിക്ക് അവകാശമുണ്ട്. മരക്കൊമ്പിലല്ല ചേട്ടന്മാരെ, കിടക്കുന്ന എന്റെ അപ്പൂപ്പന്റെ കൊമ്പിലാ.